ക്രൈസ്തവ സുഹൃത്തുക്കൾ പറയുന്നില്ല. ഇനിയും അത് പോരാഞ്ഞിട്ട്, ഇത്രയൊന്നും പറഞ്ഞത് പോരാഞ്ഞിട്ട് ക്രൈസ്തവ സുഹൃത്തുക്കൾ വീണ്ടും പറയുന്നത്, കത്തോലിക്ക പുസ്തകത്തിന്റെ ഹോളി ട്രിനിറ്റി തലശ്ശേരി അതിരൂപത ഇറക്കുന്ന പുസ്തകത്തിൽ ഏക ദൈവമായിട്ടിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടോ. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ചിന്തിച്ചോണം. ഇത് വല്ലതും ആണോ മോശയും യേശുവും പഠിപ്പിച്ചത്? നിങ്ങളൊന്ന് ചിന്തിച്ചോണം, ശ്രദ്ധിച്ചു കേട്ടോ. അവർ പറയുന്നത് ഒരേ ഒരു അനന്യ വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഒരു ദൈവം ഏകാകിതയായിരിക്കും അനന്തരഫലം. ദൈവം ആകെ ഒന്നേ ഉള്ളൂ എങ്കിൽ ദൈവം എന്തായിട്ട് പോകും? ഒറ്റയ്ക്കായി പോകും, ഏകാന്തനായി പോകും. അപ്പോൾ അത്യധികം വ്യത്യസ്തവും അതേസമയം സന്തുലിതവുമായ പ്രപഞ്ചത്തിന്റെ അന്തർധാരയായി വർത്തിക്കുന്നത് കൂട്ടായ്മ ആയിരിക്കില്ല, ഏകാന്തതയായിരിക്കും. ഒരു പിരമിഡിന്റെ അഗ്രബിന്ദു പോലെ എല്ലാം ഒരു ബിന്ദുവിൽ അവസാനിക്കും. ദൈവം ഒന്നേ ഉള്ളൂവെങ്കിൽ എന്താ കുഴപ്പം? എന്താ ദൈവം ഒന്നേ ഉള്ളൂല്ലെങ്കിൽ എന്താ കുഴപ്പം? ദൈവം ആകെ ഒറ്റപ്പെട്ടു പോകും, ആകെ ഏകാന്തനായിട്ട് ഇരിക്കേണ്ടി വരും. ഇനി രണ്ടാമത് ഒരു പറയാണ്, രണ്ട് അനന്യ വ്യക്തി, ഇനി ഒന്നെന്നതിൽ നിന്നും രണ്ടിലേക്ക് പോയാൽ എന്താ പ്രശ്നം? രണ്ട് അനന്യ വ്യക്തികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അകൽച്ച അതിന്റെ മൂർധന്യത്തിലായിരിക്കും. രണ്ട് ദൈവമാണ്, എന്താ പ്രശ്നം? അവര് തമ്മില് ഭയങ്കര അകൽച്ചയിലായി പോകും. പിതാവും പുത്രനും അകൽച്ച അതിന്റെ മൂർധന്യത്തിലായിരിക്കും. ഒരാൾ മറ്റൊരാളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സംലയനം ഉണ്ടാവില്ല, ഇവര് തമ്മിൽ അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല, അടുപ്പം ഉണ്ടാവില്ല, ഒരു കൂട്ടുകെട്ടൊന്നും ഉണ്ടാവില്ല. അതിനാൽ പിതാവും പുത്രനും തമ്മിൽ ഐക്യവും ഉണ്ടായിരിക്കുകയില്ല. ഇതിന്റെ പേജ് നമ്പർ എന്ന് പറയുന്നത് ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന പരിശുദ്ധ തൃത്വം എന്ന് പറയുന്ന ഫാദർ ജോസഫ് പാംപ്ലേനി എഴുതിയ ഈ പുസ്തകത്തിന്റെ 65-66 പേജിൽ കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, തൃത്വത്തിന്റെ കൂട്ടായ്മയും ഉൾച്ചേരലും വഴി നമ്മൾ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നു. ഒന്ന് പ്രശ്നമാണ്, ഏകാന്തതയാണ്. രണ്ടിന്റെ ഗുണം എന്താ? രണ്ടിന്റെ പ്രശ്നം എന്താ? രണ്ടുപേരും അകൽച്ചയായിരിക്കും. മൂന്നാമത്തെ ഗുണം അവർ പറയുന്നത്, തൃത്വത്തിലൂടെ ഒരു വ്യക്തി ആയിരിക്കുന്നതിലുള്ള ഏകാന്തത ഒഴിവാക്കപ്പെടുന്നു. രണ്ട് വ്യക്തികളായിരിക്കുന്ന അകൽച്ചയെ അതിജീവിക്കുന്നു. ഒരു വ്യക്തി ഇതര വ്യക്തിയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നു, അതായത് പിതാവ് പുത്രനെ ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിവാകുന്നു. പിന്നെയോ തൃത്വം ഉൾച്ചേരലിന്റെയും കൂട്ടായ്മയെയും ഉളവാക്കുന്നു. മൂന്നാമത്തെ വ്യക്തി വിരുദ്ധ സ്വഭാവങ്ങളുടെ ഐക്യത്തെയും തുറവിയെയും വെളിപ്പെടുത്തുന്നു. അതിനാൽ മൂന്നാമത്തെ ദൈവിക വ്യക്തിയായ പരിശുദ്ധാത്മാവ് പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും ഘടകമായി എന്നും പരിഗണിക്കപ്പെടുന്നു. അപ്പൊ എത്ര ദൈവമുണ്ട്? ഒന്നാണെങ്കിലുള്ള പ്രശ്നം എന്താ? ഏകാന്തനായിരിക്കും. രണ്ടാണെങ്കിലുള്ള പ്രശ്നം എന്താ? അകൽച്ചയായിരിക്കും. മൂന്നാമത്തെ ആളാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ എന്ത് ചെയ്തിച്ചോളും? സീറ്റിംഗ് ആക്കി ഇവര് കൊണ്ടു നടന്നോളും എന്നാണ് ഈ ഹോളി ട്രിനിറ്റിയിലെ 65-66 പേജിൽ പറയുന്നത്. ഇനിയും തീർന്നില്ല. പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ ഈ കത്തോലിക്കർ മാത്രമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റുകാർ, ഇവിടെ പ്രസംഗിച്ച ഈ ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഈ ഇന്നലത്തെ മഴയ്ക്കുണ്ടായി എന്ന് പറയുന്നത് പോലെ 18-19 നൂറ്റാണ്ട് ഉത്ഭവം കൊണ്ട ആളുകളാണ് ഈ പറയപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റുകാർ. കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭയാണ് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്തെ ക്രൈസ്തവർ എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് നിലനിൽക്കുന്നുള്ളൂ. അങ്ങനെ 15-ാം നൂറ്റാണ്ട് വരെ. പിന്നെ 15-ാം നൂറ്റാണ്ടിൽ അവരുടെ ഇടയിൽ ഒരു റിഫോർമേഷൻ ഒക്കെ നടന്ന് പിന്നെ പൊട്ടിയാണ് ഈ പറയപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റുകാർ ഇന്നലെ മഴയ്ക്ക് ഉണ്ടായത്. ഈ പറയുന്ന കത്തോലിക്കർ, ഈ ആധികാരികമായ കത്തോലിക്ക സഭ ആ പുസ്തകത്തിന്റെ തന്നെ 66-67 പേജിൽ പറയുന്നത്, ശരിക്കും ഒരു ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഈ ലോകത്തെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവർ പറയുന്നത് എന്താണ്? ഈ ലോകത്തുണ്ടായ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് ഒരു ദൈവം എന്ന സങ്കല്പമാണ്. കാരണം എന്താ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയായ പരിശുദ്ധ തൃത്വത്തെ കുറിച്ച് ചിന്തിക്കാതെ ഒരു ഏകനായ ദൈവത്തിലുള്ള വിശ്വാസത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് സമൂഹത്തിനും രാഷ്ട്ര ജീവിതത്തിനും സഭയ്ക്കും അപകടകരമാണ്. ഒറ്റ ദൈവം എന്നുള്ള കൺസെപ്റ്റ് സമൂഹത്തിൽ പ്രശ്നം, സഭയിൽ പ്രശ്നം, രാഷ്ട്രത്തിൽ പ്രശ്നം. കാരണം എന്താ? എന്നിട്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ ഈ പുസ്തകത്തില് ഉടനീളം ഇദ്ദേഹം വിശദീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് രാഷ്ട്രങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയത്. അങ്ങനെയാണ് ഈ സ്വേച്ഛാധിപതികൾ ഉണ്ടായത്. ഒരൊറ്റ ദൈവം തന്നെ ലോകം മുഴുവൻ അടക്കി ഭരിക്കുക എന്നുള്ള കൺസെപ്റ്റ് സ്വേച്ഛാധിപതികളുടെ തലയിലോട്ട് കയറിയപ്പോഴാണ് ലോകം മുഴുവൻ അടക്കി ഭരിക്കുക എന്നുള്ള കൺസെപ്റ്റ് ആർക്കുണ്ടായത്? മനുഷ്യന്മാർക്കുണ്ടായത്. ഇനി രണ്ടാമത്, ഇത് സമൂഹത്തിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? ഇനി മതത്തിൽ എങ്ങനെ ഇത് പ്രശ്നം ഉണ്ടാക്കിയത്?
ദൈവം ഒന്നേ ഉള്ളൂ കൺസെപ്റ്റ് മതക്കാരന്റെ തലയിലോട്ട് കയറിയപ്പോൾ മതക്കാരൻ എന്ത് ചെയ്തു? ഞാൻ ഒരു മതവും എന്റെ കീഴിൽ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൂട്ടാനുള്ള ശ്രമത്തിൽ മതമേലധ്യക്ഷന്മാർക്ക് എന്ത് ചെയ്തു? ഈ പ്രശ്നമുണ്ടായി. ഏത് സ്വാധീനം? ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള കൺസെപ്റ്റ് അവരിൽ ഉണ്ടാക്കിയ പ്രശ്നമാണത്. മൂന്നാമത് പുള്ളി പറയുന്നത് കുടുംബത്തിലുണ്ടാക്കിയ പ്രശ്നം എന്താ? കുടുംബത്തിലൊരു കാരണവര് മാത്രം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാനുള്ള കാരണം എന്താ? ഏകദൈവ വിശ്വാസമാണ്. പിന്നെ നാലാമത് പുള്ളി പറയുന്നത് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ഭർത്താവിനൊരു അധികാരം എടുക്കാനുള്ള ഒരു പവർ, അല്ലെങ്കിൽ ഒരു പിതാവിന് എല്ലാവരെയും അടക്കി ഭരിക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ടാവാനുള്ള കാരണം ഏതാ? ഏകനായ ദൈവത്തിലുള്ള വിശ്വാസമാണ്. പക്ഷെ എന്തായിരുന്നു വിശ്വസിക്കേണ്ടത്? എന്തായിരുന്നു ഒരു ദൈവത്തിലല്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കണം? 3 ദൈവങ്ങളുണ്ട്. അവർ തമ്മിൽ നല്ല കൂട്ടായ്മയിലാണ് ജീവിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചും വിട്ടുവീഴ്ച ചെയ്തും സ്നേഹത്തിലാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ സ്നേഹവും കൂട്ടായ്മയും ഒക്കെ നമ്മുടെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും മതത്തിലും രാഷ്ട്രത്തിലും ഒക്കെ എന്ത് ചെയ്തേനെ? ഉണ്ടായേനെ. അപ്പൊ എത്രത്തോളം ഇവർക്ക് ഏകദൈവ വിശ്വാസത്തോടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കൂ. തീർന്നോ? ഇതേ പുസ്തകത്തിന്റെ 72-ാം പേജിൽ കാണാം, അവർ പറഞ്ഞു കേട്ടോണം, അനന്തമായും നിത്യമായും പരസ്പരം സ്നേഹിക്കുന്ന 3 വ്യക്തികളുടെ കൂട്ടായ്മ ആണ് ദൈവം എന്ന് അറിയുന്നത് വഴി. കണ്ടോ? അനന്തമായും നിത്യമായും പരസ്പരം സ്നേഹിക്കുന്ന 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ് ദൈവം എന്നറിയുന്നത് വഴി ദൈവത്തിന്റെ സൗന്ദര്യവും പ്രഭയും സന്തോഷവും കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഏക വ്യക്തിയായ ദൈവം എന്നത് സൗന്ദര്യരഹിതവും സന്തോഷരഹിതവുമായ അവസ്ഥയായിരിക്കും. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രശ്നം എന്താ? ഏകദൈവ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒറ്റപ്പെട്ട് ഏകാന്തനായിട്ട് ആരും മിണ്ടാനും പറയാനും ഒന്നും ഇല്ലാതെ ഒരു സ്വേച്ഛാധിപത്യത്തിന്റെ അവസ്ഥയിലേക്കൊക്കെ പോകുന്ന തരത്തില് വളരെ സന്തോഷരഹിതവും ഒരു സൗന്ദര്യവും ഇല്ല, ഒരു പ്രഭയില്ല. പക്ഷെ കൂട്ടായ്മ എന്ന് പറഞ്ഞാലോ നല്ല സന്തോഷവും പ്രഭയും ഒക്കെ തിരിച്ചു കിട്ടുന്ന വല്ലാത്തൊരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. അവര് പറയുന്നത് അവരിലുള്ള അപ്പോസ്തലന്മാരുടെ ഇടയിൽ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പരസ്പരം അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദാനധർമ്മം ചെയ്യുന്നവരായിരുന്നു. അതേപോലെ തന്നെ അവരുടെ സ്വത്തുക്കളെല്ലാം കൂടെ പൊതു ഖജനാവാക്കിക്കൊണ്ട് ഒരു ബൈത്തുൽ മാൽ പോലെയാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. എന്നിട്ട് ഈ ഭാഗം ഉദ്ധരിച്ചിട്ട് ഈ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അവർ പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ, ഈ പേജിന്റെ 86-87 പേജിൽ ഇവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ കാണുന്ന ക്രിസ്തീയ സമൂഹത്തിൽ ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടെ ക്രൈസ്തവർ പരസ്പരം സഹകരിച്ചിരുന്നു. അവിടെ സ്നേഹം ഇത്രയും ശക്തമായ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തെങ്കിൽ തൃത്വത്തിൽ അത് എത്രമാത്രമായിരിക്കും? സാധാരണ മനുഷ്യന്മാർ തമ്മിൽ ഇത്രയും സ്നേഹമായിരുന്നെങ്കിൽ തൃത്വമായ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ ഇടയിൽ എത്ര വലിയ സ്നേഹം ഉണ്ടായിരിക്കും? എന്നിട്ട് അദ്ദേഹം അവർ വിശദീകരിക്കുകയാണ്. വിശുദ്ധ അഗസ്തിനോസ് എന്ന് പറയുന്ന ഇവരുടെ പണ്ഡിതൻ പറയുന്നു, നിരവധി ആത്മാക്കളെ ഒന്നാക്കി തീർക്കത്തക്ക വിധം അത്ര വലിയ സ്നേഹം ഭൂമിയിലും മനുഷ്യ വ്യക്തികളിലും ഉണ്ടെങ്കിൽ ഒരിക്കലും വേർപിരിയാത്ത പിതാവും പുത്രനും തമ്മിൽ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകാതെ പോകുന്നത് എങ്ങനെ? മനുഷ്യന്മാരുടെ തന്നെ ഇത്ര വലിയ സ്നേഹമാണ്, എന്നെന്നും കൂടെ നിൽക്കുന്ന ഇവര് തമ്മിൽ എന്ത് സ്നേഹമായിരിക്കും? അങ്ങനെ ഒരു സ്നേഹം അത് അവരെ ഒരേ ഒരു ദൈവമാക്കി മാറ്റുകയില്ലേ? മനുഷ്യന്മാരെല്ലാവരും പരസ്പരം സ്നേഹിച്ച് ഒറ്റ മനുഷ്യനായി മാറുമെങ്കിൽ, അവർ തമ്മിൽ ഏക മനസ്സോടെ ആകുമെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ ഇടയിലുള്ള സ്നേഹം മൂലം അവർ എന്തായി മാറുകയില്ലേ? ഒരു ദൈവമായി മാറുകയില്ല. എങ്ങനെ ദൈവമായത്? ഒരു ദൈവം അസ്തിത്വത്തിലല്ല ഒന്നായത്, പിന്നെ എവിടെയാ? സ്നേഹത്തിൽ അവരെല്ലാം കൂടെ എന്തായി? ഒന്നായി. അനിർവചനീയവും അത്യുദ്ധാതവുമായ ഒരു ഐക്യത്തിലൂടെ വ്യത്യസ്ത വ്യക്തികൾ ഒന്നായി തീരുന്നു. വ്യക്തികൾ 2 ദൈവങ്ങളായി തീരുകയല്ല, ഒരേ ദൈവമായി തീരുകയാണ് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള ഭയങ്കര സ്നേഹം കാരണം ഇവരെന്തായിട്ട് മാറും? ഈ 3 ദൈവങ്ങൾ ഉണ്ടെങ്കിലും ഇവരെന്തായിട്ട് മാറും? ഒറ്റ ദൈവമായിട്ട് തന്നെ മാറും. ഇനിയും കാണാം ഇതേ പുസ്തകത്തിന്റെ 61-ാം പേജിൽ ക്രൈസ്തവ വിശ്വാസം എന്താണെന്നും യഹൂദന്മാരുടെ വിശ്വാസം എന്താണെന്നും മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണെന്നും കൂടെ അവർ എഴുതുന്നത് കാണാം. പേജ് 61 കാണാം, അടിസ്ഥാനപരമായി ദൈവം ഏകനാണ്. ശ്രദ്ധിച്ചോ, അടിസ്ഥാനപരമായി ദൈവം ഏകൻ. എന്തെന്നാൽ ദൈവം ഒന്നേ ഉള്ളൂ. പഴയ നിയമത്തിന്റെയും യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും വിശ്വാസം ഇതാണ്. ആരൊക്കെയാണ്?
പഴയ നിയമത്തിന്റെ യഹൂദരുടെ മുസ്ലിങ്ങളുടെ 3 പേരുടെയും വിശ്വാസം ഇതാണ്. പൊതുവെ ക്രൈസ്തവരുടെയും വിശ്വാസം ഇത് തന്നെ. പൊതുവെ സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവരുടെ വിശ്വാസം ഇതൊക്കെ തന്നെയാണ്. ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ്. പക്ഷെ അവിടെ നിൽക്കരുതെന്നാണ് ഇവർ പറയുന്നത്. ഒരുവന്റെ ഏകാഗ്രതയിൽ നിന്നും 3 ദൈവിക വ്യക്തികളുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ കൂട്ടായ്മയിലേക്ക് നാം മുന്നോട്ട് പോകണം. എവിടെ നിന്നാ പോരാ? പഴയ നിയമത്തിന്റെ അവസ്ഥയിൽ നിന്നും അതേപോലെ തന്നെ പഴയ നിയമത്തിൽ വെച്ചാൽ മോശപ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത നിയമത്തിൽ നിന്നും അവരിൽ നിന്ന് പഠിച്ച യഹൂദ സമൂഹത്തിന്റെയും അതേപോലെ നിന്ന് നിലനിൽക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെയും വിശ്വാസം ഏകദൈവ വിശ്വാസമാണ്. സാധാരണക്കാരായ ലേമാൻ ക്രിസ്ത്യൻസും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒന്നും അറിയാത്തവർ. പക്ഷെ അത് പോരാ. അതെന്തു പേരണം? ഇവരെന്ത് ചെയ്യണം? ഒരുവന്റെ ഏകാഗ്രതയിൽ നിന്നും ഒരു ദൈവം എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൽ നിന്നും 3 ദൈവിക വ്യക്തികളുടെ അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങിയ കൂട്ടായ്മയിലേക്ക് നാം മുന്നോട്ട് പോകണം. 3 പേരടങ്ങിയ ഒരു ദൈവത്തിലോട്ട് പോകണം. ആദിയിൽ തന്നെ വൈവിധ്യത്തിന്റെ സമ്പന്നതയോടുകൂടി ഒരു ദൈവിക വ്യക്തി ഇതര വ്യക്തികൾക്ക് സ്വയം സമർപ്പിക്കുന്ന പ്രകാശമാനമായ ഐക്യത്തോടുകൂടെ വിവിധ വ്യക്തികളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാട് ഉണ്ടായിരിക്കേണ്ടത്? തികച്ചും ഒരു ദൈവത്തെ കുറിച്ചിട്ടല്ല. പണ്ട് തന്നെ ഈ ദൈവങ്ങളുടെ പരസ്പര വിട്ടുവീഴ്ചയുടെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ഒക്കെ വലിയ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. എന്നിട്ട് ഇവർ ഏകദൈവ വിശ്വാസിയാണോ? നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഏകദൈവമേ ഉള്ളൂ എന്ന പ്രസ്താവനയെ ക്രൈസ്തവ വിശ്വാസം നിഷേധിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിനോട് എതിർപ്പൊന്നുമില്ല. എന്നാൽ ദൈവത്തിന്റെ ഏകത്വം വ്യത്യസ്തമായ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ഞങ്ങൾ ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ? പുതിയ നിയമത്തിലെ വെളിപ്പെടുത്തൽ അനുസരിച്ച് യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ്. ദൈവം നിത്യനാണ്. ദൈവികരായ 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അത്രമേൽ സ്നേഹിച്ചുകൊണ്ട് അത്രമേൽ പരസ്പരം പങ്കുചേർന്നുകൊണ്ട് നിത്യമായി ഐക്യപ്പെട്ടിരിക്കുന്നു. 3 ദൈവിക വ്യക്തികളുടെ കൂട്ടായ്മയാണ് നിലനിൽക്കുന്നത്. ഈ കൂട്ടായ്മ ഏകദൈവമാകത്തക്ക രീതിയിൽ അത്ര അഗാധവും അടിസ്ഥാനപരവുമാണ്. 3 ദൈവിക വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഏത് വിശ്വാസം? യഥാർത്ഥ ദൈവത്തിനോടൊപ്പം പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ കൂട്ടി ഈ 3 വ്യക്തികളുടെ കൂട്ടായ്മയെ കുറിച്ചിട്ടാണ് എന്ത് വിശ്വാസം പറയുന്നത്? ത്രിത്വൈക ദൈവ വിശ്വാസം. ഇതാണോ യഹൂദന്റെ മുസ്ലിമിന്റെ വിശ്വാസം? അല്ല. സാധാരണക്കാരന്റെ ക്രിസ്ത്യാനിയുടെ വിശ്വാസം അതാണ്. പക്ഷെ അവിടെ നിൽക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇനി എങ്ങനെയാണ് അപ്പൊ ഞാൻ ഈ ത്രിയേകത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ റീസൺ ഫോർ ഡിസീവിംഗ് ട്രിനിറ്റി, ഞാൻ ഈ ത്രിയേകത്വത്തെ കുറിച്ചിട്ട് എറണാകുളത്ത് ഇതേപോലെ ഞാൻ ക്ലാസ് എടുത്തു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് തികച്ചും 3 വ്യക്തികൾ അവരുടെ സ്വഭാവത്തിൽ മാത്രമേ ഒന്നാകുന്നു എന്നാണ് ക്രൈസ്തവർ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞ പ്രബോധകൻ പറഞ്ഞു, യേശുക്രിസ്തുവും ത്രിയേക ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്നു. തൃത്വത്തിൽ വിശ്വസിക്കുന്ന, തൃത്വം എന്നുള്ള വാക്ക് ബൈബിളിലില്ല. തൃത്വം എന്നുള്ള വാക്ക് നമ്മൾ കൊടുത്തതാണ്. നമ്മുടെ ബൈബിളിലെ ദൈവ വിശ്വാസത്തിന് നമ്മൾ കൊടുത്തതാണ്. ആ പേര് എല്ലാ പേരും പോലെ അപൂർണമായ ഒരു പേരാണ്. ആ പേരിന് നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണമായിട്ട് ഒരു വാക്കിനും ചിത്രീകരിക്കാൻ ഒക്കുകയില്ല. യഥാർത്ഥത്തിൽ ഒരു വാക്കിനും ചിത്രീകരിക്കാൻ ഒക്കുകയില്ല. സഭാപിതാക്കന്മാർ പറഞ്ഞതുപോലെ മറ്റൊരു എന്തെങ്കിലും പേര് പറയേണ്ടത് കൊണ്ട് നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ബഹുത്വമുള്ള ഏകത്വമാണ് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ത്രിയേകത്വം എന്ന് പറയുന്ന ഒരു പദമൊന്നും ബൈബിളിലില്ല. അത് പിന്നെ ഉണ്ടാക്കുകയെന്നുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിൽ നല്ലൊരു പേര്, ഈ സാഹചര്യങ്ങളോട് ഒക്കുന്ന മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പേര് എന്നുള്ള നിലയിലാണ്. ഇത്ര സില്ലി അല്ല കാര്യങ്ങൾ. വെറുതെ ഉണ്ടാക്കിയേക്കുന്നതല്ല ഈ പേര്. എന്തിനാണ് ഈ പേരുണ്ടാക്കിയത്? ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു അട്ടിമറിയുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഹോളി ട്രിനിറ്റി കത്തോലിക്കർ ഇവരാണ് ആധികാരികമായി പറയേണ്ടത്. ഇവരുടെ പുസ്തകത്തിന്റെ 19-20 പേജുകളിൽ കാണാം എന്തിനാണ് ത്രിയേകത്വം ഉണ്ടാക്കേണ്ടി വന്നത്, എന്ത് കാര്യം കൊണ്ടാണെന്നുള്ള കേട്ടോ. ഏകദൈവാരാധനയെ മുറുകെ പിടിച്ചിരിക്കുന്ന വിഭാഗമാണ് യഹൂദർ. യഹൂദർ എങ്ങനെയുള്ള ആളായിരുന്നു? ഏകദൈവ വിശ്വാസികളായിരുന്നു. അതിനാൽ ആദിമ നൂറ്റാണ്ടിൽ യഹൂദ മതത്തിൽ നിന്നും ഉത്ഭവിച്ച ക്രിസ്തു മതത്തിലും ഏകദൈവാരാധനയുടെ ശക്തമായ സ്വാധീനമുണ്ട്. യഹൂദ മതത്തിലാണല്ലോ, യഹൂദനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തുവിന്റെ പ്രബോധനം ആ ഏകദൈവ വിശ്വാസത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യഹൂദ മതത്തിന്റെ തുടർച്ചയായിട്ട് ഉത്ഭവിച്ച ക്രിസ്തു മതത്തിന്റെ തുടക്കത്തിൽ എന്ത് സ്വാധീനമുണ്ടായിരുന്നു? ഏകദൈവത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
എന്ത് കാരണം കൊണ്ടാണ് ത്രിയേകത്വം എന്ന പേര് ഇവർ കണ്ടുപിടിച്ചെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്രിസ്തു ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും സ്ഥാപിക്കുക എന്നിവ അതീവ ദുർഘട സന്ധ്യയെയാണ് സഭാപിതാക്കന്മാർ അഭിമുഖീകരിച്ചത്. എന്താണ്? വളരെ യേശുവിനെയും കൂടെ ദൈവമാക്കുക എന്നുള്ളത് വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടായത്. ക്രിസ്തു ദൈവമല്ലെന്നും ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെന്നും വരികയാണെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ നേടിയെടുത്ത രക്ഷ അർത്ഥമില്ലാത്ത ഒന്നായി തീരും. അവർ പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെന്ന് മാത്രം വിശ്വസിച്ചതിന് ശേഷം ആ യേശുവിലൂടെയാണ് എന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ രക്ഷിച്ചു എന്നൊരു പറയുന്ന വികലമായ കാഴ്ചപ്പാട് വരും. കാരണം സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ രക്ഷ സാധ്യമാക്കുന്നത് എങ്ങനെ? വീണ്ടും ക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഏകദൈവാരാധനയിൽ നിന്നുള്ള അകൽച്ചയായിരിക്കും ഫലം. അപ്പൊ രണ്ടാമത് ഇനിയിപ്പോ ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അവര് പറയും നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായി നിങ്ങൾക്ക് 2 ദൈവം ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് ക്രിസ്തു ദൈവമാണെന്നും എങ്കിലും ദൈവവും ക്രിസ്തുവും 2 അല്ല ഏകദൈവസത്തയിലെ 2 വ്യക്തിപ്രഭാവങ്ങളാണെന്നും സ്ഥാപിക്കേണ്ട ആവശ്യകതയിൽ നിന്നുമാണ് സഭാപിതാക്കന്മാരുടെ പരിശുദ്ധ തൃത്വത്തെ കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങുന്നത്. എവിടുന്നാ തുടങ്ങിയേ? ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. പക്ഷെ പിന്നീട് ഇവർക്കൊരു കാഴ്ചപ്പാടുണ്ടായി ക്രിസ്തുവും ദൈവമാണ്. പക്ഷെ ക്രിസ്തു ദൈവമാണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ ആർക്ക് പ്രശ്നം ഉണ്ടാവും? ഏകദൈവ ആരാധനയിൽ നിന്നും ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയി ഒന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ക്രിസ്തുവിനെ ദൈവവുമാക്കണം, എന്നാൽ ഏകദൈവ വിശ്വാസം എന്ന് വരുത്തി തീർക്കുകയും ചെയ്യണം. ആ ഒരു ചർച്ചയിൽ നിന്നിട്ടാണ് ത്രിത്വൈക ദൈവവിശ്വാസത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഇവർ തുടങ്ങിയത്. ഇനി ഇവരിപ്പോ ചുരുക്കത്തിൽ എന്തേ പറഞ്ഞുള്ളൂ? 3 ദൈവിക വ്യക്തികൾ, ആ 3 പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഇവർക്ക് 3 പേരുടെയും സ്വഭാവം ഒരേപോലെയാണ്. അതേപോലെ ഇവർ തമ്മിൽ നല്ല ഐക്യത്തിലാണ്. ഇവിടെ ദൈവശാസ്ത്രം പഠിച്ച ആളുകൾ ഉണ്ട് എങ്കിൽ, ചില ആളുകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇവരിതിന് ഉപയോഗിച്ച പദങ്ങളുണ്ട്. 3 ദൈവിക ആളത്വങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞ ഒരു പേര്, വ്യക്തിത്വങ്ങൾ, ആളത്വങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു ഹ്യൂപ്പോസ്റ്റാസിസ് എന്നൊരു പദം ഉപയോഗിച്ചു. എന്ന് വെച്ചാൽ ആളത്വം. പേടിക്കൊന്നും വേണ്ട, ഹ്യൂപ്പോസ്റ്റാസിസ് എന്ന് വെച്ചാൽ ആളത്വം. അത് 3. രണ്ടാമത് ഇവർ പറഞ്ഞു ഇവരുടെ 3 പേരുടെയും സ്വഭാവം ഒന്നാണ്. അതിന് ഇവർ പറഞ്ഞ സ്വഭാവം എന്ന പദത്തിന് ഇവർ പദം കൊണ്ടുവന്നു ഊസിയ. അത് ഹോമോയാണ്. എന്ന് വെച്ചാൽ ഊസിയ 3 പേരുടെയും അടിസ്ഥാന സിഫത്ത് 3 പേർക്കും ഒന്നാണ്. ഹോമോ ഊസിയ 2 രണ്ടാമത്തെ പദം. മൂന്നാമത് ഇവര് തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര അഗാധമായ സ്നേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവരൊരു പദം ഉപയോഗിച്ചു, പെരിക്കോറസിസ്. ഈ 3 പദങ്ങൾ ഇട്ടുള്ള കളികളാണ്. ഈ പുസ്തകങ്ങളൊക്കെ സാധാരണക്കാരൻ വായിച്ചാൽ, ഈ ദൈവശാസ്ത്രം ഒന്നും സാധാരണക്കാരൻ വായിച്ചാൽ അവനൊന്നും മനസ്സിലാവില്ല. സാധാരണക്കാരൻ വായിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അവനെ ഒന്നും മനസ്സിലാകാതെ പുസ്തകം അടച്ചു വെച്ച് പോകേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഇവരിത് നല്ല വൃത്തിക്ക് എഴുതിയതിനു ശേഷം ഒന്നുകൂടെ വായിച്ചു നോക്കും. ഒന്നും മനസ്സിലാകത്തില്ല എന്ന് ബോധ്യപ്പെട്ടാലേ പ്രസിദ്ധീകരിക്കുള്ളൂ എന്ന് തോന്നുന്നു. എത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാമോ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി എഴുതുള്ളൂ. ഇനിയും ഇവര് പറയുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു. ദൈവശാസ്ത്ര പണ്ഡിതന്മാർ, പ്രൊട്ടസ്റ്റന്റിന്റെയും കത്തോലിക്കരുടെയും ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ത്രിഏക ദൈവവിശ്വാസത്തിന് പറയുന്ന ഉപമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. S.G. ഗിൽബർട്ട്, അതായത് തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ അവതാരികയോട് എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിനകത്ത് S.G. ഗിൽബർട്ട് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹം ധാരാളം ഡിഗ്രി തിയോളജിയിൽ തന്നെ മേടിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്ന ഉദാഹരണം അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ദൈവം ത്രിയേകൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 136-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഇനി മുട്ട പറയാൻ പറ്റില്ലല്ലോ. മുട്ട പറയാൻ പറ്റുമോ? ആപ്പിൾ പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ഇപ്പൊ പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ ക്രൈസ്തവ പണ്ഡിതന്മാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ദൈവത്തിന്റെ ഉദാഹരണമാണ് ഇവരുടെ കയ്യിലുള്ളത്, മുപ്പിരിച്ചരട്. എന്താണ് മുപ്പിരിച്ചരട് എന്നാണ് പറയുന്നത്? 3 പിരിയുള്ള ഒരു ചരട്. എന്നിട്ട് ഇവർ പറയാണ് ഒരു ചരടായിട്ട് എടുത്താൽ ഇത് എത്രയാണ്? 1 ഉള്ളൂ. ഇത് 3 കൂടെ കുട്ടി കെട്ടി വെച്ചാൽ എത്ര ചരടേ ഉള്ളൂ? എന്നാൽ ഇത് ഓരോന്നും എത്ര ചരടാണ്? 3 ചരടാണ്. അച്ഛാ, ഒരു ചരടല്ല, 3 ചരട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹത്തിലിരിക്കുന്നു. മുപ്പിരിച്ചരട്. ഇനിയിപ്പം തൃത്വത്തിന് ഉദാഹരണം പറയേണ്ട ഉപമ ഇതാണ്, മുപ്പിരിച്ചരട്. ഇനി ആ ചരടിന്റെ നാരും കൂടെ എടുക്കാമെങ്കിൽ നമുക്ക് ഹൈന്ദവ വിശ്വാസം കൂടെ പറയാം. കാരണം കുറെ കൂടെ ഉണ്ടല്ലോ. നാരിനെയും കൂടെ എടുത്ത് ഉപമ എടുക്കാമെങ്കിൽ ഇഷ്ടം പോലെ ബഹുദൈവ വിശ്വാസങ്ങൾ 30 കോടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഈ ക്രൈസ്തവ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു പ്രയോഗമാണ് ഈ മുപ്പിരിച്ചരട്.
ഇനി രണ്ടാമത് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഉപമ കാണാം 236 പേജിൽ. അദ്ദേഹം പറയുന്നത് സ്വർണം കൊണ്ട് 3 വിഗ്രഹം ഉണ്ടാക്കി. ഒരേ സ്വർണം കൊണ്ട് 3 വിഗ്രഹം. ഒന്നാമത്തേതിന് പിതാവിന്റെ രൂപം, രണ്ടാമത്തേത് മകന്റെ രൂപം, മൂന്നാമത്തേത് വേലക്കാരന്റെ രൂപം എന്ന് കരുതുക. 3 രൂപങ്ങൾ യഥാർത്ഥത്തിൽ ജീവനുള്ള വ്യക്തികൾ എന്ന് സങ്കല്പിക്കണം. 3 രൂപങ്ങളും എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ജീവനുള്ളതാണെന്ന് സങ്കല്പിക്കണം. അവർ മൂവരും ഒരേ സമയം 3 പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവർ 3 വ്യക്തികളാണ്. മറ്റൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് അവർ മൂവരും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഒരേ സ്വർണം കൊണ്ടാണ്. അങ്ങനെ അവർ തത്വത്തിൽ അഥവാ സാരാംശത്തിൽ ഒന്നാണ്, എന്നാൽ ആളത്തത്വത്തിൽ 3 എന്ത് മനസ്സിലാക്കി? ഒരേ സ്വർണം കൊണ്ട് 3 വിഗ്രഹം. ആളത്തിലുണ്ടെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയണം? 3 പറയണം. സാരാംശം ചോദിച്ചാൽ 1 പറയണം. 3 പേരെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് സ്വർണം കൊണ്ടാ? ഒരേ ക്വാളിറ്റി. 916 എങ്കിൽ 916 ഒരേ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന 3 ദൈവം. ഇതാണോ ഏകദൈവ വിശ്വാസം? ഇതാണോ മോശയും യേശുവും പഠിപ്പിച്ച ദൈവവിശ്വാസം? ഇതാണോ യഹൂദന്മാരുടെ വിശ്വാസം? ആണോ? അല്ല. യഥാർത്ഥ ദൈവത്തിനോടൊപ്പം 2 പേരെയും കൂടെ പങ്കുവെച്ചു എന്ന് പറഞ്ഞത് ഇതിന് തന്നെയാണ്. ഇവര് പറയുന്ന ഉദാഹരണങ്ങൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനി ഇപ്പൊ 3 ഇനോവ ഇറക്കിയെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് പറയാം? ഒരു കമ്പനി 3 ഇനോവ ഇറക്കി. ക്രൈസ്തവ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് എത്ര ഇനോവ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? 3 ഇനോവ. കാരണം എന്താ? ഇനോവ മൊത്തം 3 ഉണ്ടെങ്കിലും 3ന്റെ ക്വാളിറ്റി എങ്ങനത്തെയാ? അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്നു, ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും 5 കസേര ഇട്ടേക്കുന്നു. ഒരേ സാധനം, ഒരേ തേക്ക് കൊണ്ട്, ഒരേ ആശാരി പണിത, ഒരേ തടി. നമ്മൾ ക്രൈസ്തവരോട് ചോദിക്കുകയാണ്, ഇത് എത്ര കസേരയുണ്ട്? 5 കസേര എന്ന് പറയുമോ? കസേര ചോദിച്ചാൽ എത്ര പറയുള്ളൂ? 5. ക്വാളിറ്റി ചോദിച്ചാലോ എല്ലാം ഒരേ തടിയാണ്, അല്ലേ? 4 കാര്യം ചോദിക്കുകയാണ് ഇതേപോലെ 4 കസേര, ഇത് എത്ര കസേരയുണ്ട്? ക്രൈസ്തവർ എന്ത് പറയും? 4 കസേര. അതോ ചതുരേക കസേര എന്ന് പറയോ? ഇല്ല. എന്നാൽ തൃത്വം ചോദിക്കുമ്പോൾ മാത്രം എന്തിനാ 3 കൂടിയ ഒരു ദൈവം എന്ന് പറയുന്നേ? അത് നേരത്തെ ഇവര് പറഞ്ഞ ഒരർത്ഥം എന്താ? ക്രിസ്തു ദൈവമാണെന്ന് വരുത്തണം, എന്നാൽ ബഹുദൈവത്വം ഉണ്ടെന്ന് പറയാനും പറ്റൂല. കേൾക്കുന്നവനെ എന്ത് ചെയ്യാ? ഒരാൾ ചോദ്യം ചോദിക്കുന്നവൻ എന്ത് ചെയ്യാ? ഞാൻ അന്ന് എറണാകുളത്ത് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കടയിൽ കയറി ഒരു മനുഷ്യൻ, ഒരു ചായക്കടയിൽ കയറി 3 പഴം കഴിച്ചു. ഒരു കൊലയിലെ 3 പഴം കഴിച്ചു. ആ പഴം കഴിച്ചിട്ട് ഈ മനുഷ്യനെ ഇറങ്ങി വരുന്നു. ക്യാഷ്യർ കൗണ്ടറിന്റെ അവിടെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ക്യാഷ്യർ ചോദിച്ചു, എത്ര പഴം കഴിച്ചു? ഇയാൾ പറഞ്ഞു 1 പഴം. അപ്പൊ ക്യാഷ്യർ അകത്തോട്ട് പോയിട്ട് 3 പഴത്തൊലി കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, 3 പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇത് 3 പഴമാണെങ്കിൽ സാരാംശത്തിൽ ഇത് 1 പഴമാണ് എന്ന് മാത്രമല്ല, ഈ 3 പഴം മാത്രമല്ല, ആ പഴക്കൊലയിലെ മുഴുവൻ പഴം കഴിച്ചാലും എനിക്ക് എത്ര പഴമെന്ന് പറയാം. കാരണം എന്താ? നമ്മൾ ചോദിച്ചത് എത്രയെന്ന ഈ ചോദ്യം ഉള്ളിൽ അങ്ങ് വിഴുങ്ങും. എങ്ങനെ? നിങ്ങൾക്ക് 3 ദൈവം, നമ്മൾ സാധാരണ മുസ്ലിങ്ങൾ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പോയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ക്രൈസ്തവരായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാസ്റ്ററോട് പോയി ചോദിക്കും, പാസ്റ്ററെ പിതാവ് ദൈവമല്ലേ? ആണോ? പുത്രൻ ദൈവമല്ലേ? അത്. പരിശുദ്ധാത്മ ദൈവമല്ലേ? അതെ. അപ്പൊ 3 ദൈവം ഇല്ലേ? അപ്പൊ പാസ്റ്റർ 3 പറയണം, അല്ലേ? പാസ്റ്റർ ചോദ്യത്തെ വിഴുങ്ങിട്ട് പറയും, അവർ ആളത്തെ 3 ഉണ്ടെങ്കിലും സാരാംശത്തിൽ 1. നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ ഈ സാരാംശം? ഉടനെ അവർ പറയും, സാരാംശം എന്ന് വെച്ചാൽ എസൻസ് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് ഈ എസൻസ്? എസൻസ് എന്ന് വെച്ചാൽ നേച്ചറാണ്. നേച്ചർ ഇത് എങ്ങനെ ഒന്നായി എന്ന് ചോദിക്കുന്നതിന് മാത്രം ഒന്നും ഉണ്ടാവൂല. കാരണം എന്താ? ഇത് പറയാതിരിക്കാനുള്ള ശ്രമമാണ് ഇത് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകമൊക്കെ എഴുതുന്നത് എന്തിനു വേണ്ടിയാ? ഈ പുസ്തകം ഒന്നും വായിച്ചാൽ ആളുകൾക്ക് ഏറ്റവും അവസാനം എന്ത് മനസ്സിലാവരുത്? നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. കാരണം എന്താ? അതിന്റെ 3 പേര് ദൈവങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ സിഫത്തുകൾ ഒന്നാണ്. പിന്നെന്താ? അവര് തമ്മിൽ ഐക്യത്തിൽ ഒന്നാണ്. നമ്മൾ ചോദിച്ചത് ഐക്യം എങ്ങനാ? നല്ല സ്നേഹമാണോ? അതേപോലെ അവരുടെ സിഫത്ത് ഒന്നാണോ എന്നാണോ ചോദിച്ചത്? നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? ഈ ചോദ്യത്തിന് അവരെന്തു പറയണം? 3 ദൈവം എന്ന് പറയണം. പക്ഷെ 3 ദൈവം എന്ന് പറയാതെ 1 ദൈവം എന്ന് പറയാ. കാരണം എന്താ? ചോദിച്ച ചോദ്യം മനസ്സിന്റെ ഉള്ളിൽ വിഴുങ്ങി. എന്താ? എത്ര ആണെന്ന് നമ്മൾ ചോദിച്ചു, ആ ചോദ്യം അങ്ങ് വിഴുങ്ങി.
എന്നിട്ട് ഉള്ളിൽ വേറൊരു ചോദ്യം ഉണ്ടാക്കി. എന്താ? എങ്ങനെയുള്ള ദൈവങ്ങളാ? ഒന്ന് ചോദ്യം. നമ്മുടെ ചോദ്യത്തിന് എന്ത് മറുപടി? അപ്പം ഇനി മൂന്നാമത്തെ ഉദാഹരണം, ഈ സുശീലൻ സാറ് പറയുന്ന ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു ബാങ്കിൽ പലർ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. പേജ് നമ്പർ 159. ഒരു ബാങ്കിൽ പലർ പ്രവർത്തിക്കുന്നുണ്ടാവും, എന്നാൽ തന്നെയും നാം ബാങ്കിനെ ഒരു ബാങ്കിൽ നിന്നല്ലേ വിളിക്കുള്ളൂ. ഒരു ബാങ്കിൽ പലര് ജോലി ചെയ്യുന്നു, പക്ഷെ ബാങ്ക് എത്രയേ ഉള്ളൂ. കാരണം എന്താ? ഇവര് എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ, ഒരേ ഐക്യത്തിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. രണ്ടാമത് ഇദ്ദേഹം പറയുന്നു, ഒരു കുടുംബത്തിൽ 3-4 ആളുകളുണ്ട്, പക്ഷെ എത്ര കുടുംബമെന്ന് പറയും? എത്ര കുടുംബമെന്ന് പറയും? ഒരു കുടുംബമെന്നേ പറയുള്ളൂ. കാരണം എന്താ? ആകെ ഇവരെല്ലാവരും നല്ല സ്നേഹത്തിലാണ്. ചുരുക്കത്തിൽ ഈ പറയുന്ന വഴി ഒന്നും ഇവര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഏകദൈവ വിശ്വാസമല്ല. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയാനല്ല ഇവർ ശ്രമിക്കുന്നത്. മോശയും യേശുക്രിസ്തുവും പഠിപ്പിച്ചതൊന്നുമല്ല ഇവർ പറയാൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ചിട്ട് സഭ ഉണ്ടാക്കിയെടുത്ത, അവരുടെ പുരോഹിതന്മാർ ഉണ്ടാക്കിയെടുത്ത വിഷയത്തെ കുറിച്ചിട്ടാണ്. ഇനി 3 ദൈവമുണ്ട്, ഒരേപോലുള്ള 3 ദൈവങ്ങൾ. ഇനി തീർന്നില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മായിദയിലെ ഏറ്റവും അവസാനത്തെ ഒരു ആയത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയോടെ നമുക്ക് ചെയ്യാം. ഈസാ അലൈഹി ഇസ്ലാമിന്റെ മാതാവിനെ ആരാധിച്ചു എന്ന് പറയുന്ന വിഷയം, അതിനെ കുറിച്ചിട്ട് ഇസ്ലാമിക വിമർശനം നടത്തുന്ന വ്യക്തി പറയുന്നത് ശ്രദ്ധിച്ചു. വേണമെങ്കിൽ നശിപ്പിക്കാമായിരുന്നു എന്ന് പറയാണ്. അതേ 5-ാം അധ്യായം 72-ഉം 73-ഉം പറയാണ്, അള്ളാഹു മൂവരിൽ ഒരുവനാണെന്ന് പറഞ്ഞു വരുന്നത് തീർച്ചയായും അവിശ്വാസികമാണ്. ഈ ഏത് മൂവരെ പറ്റിയാണ് ഈ പറയുന്നത്? പിതാവ് പുത്ര പരിശുദ്ധാത്മാവരാണോ? നമ്മൾ മൂവരെന്നൊന്നും അല്ല പറയുന്നത്. നമ്മളങ്ങനെ പറയുന്നില്ല. അങ്ങനെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് ഞാൻ വരുന്നുണ്ട്. ആദ്യം ദൈവപുത്രൻ എന്നുള്ളത് കഴിഞ്ഞിട്ട് ത്രിയേക ദൈവത്തിൻ്റെ ബഹുത്വമുള്ള ഏകത്വം, ആ ബഹുത്വത്തെ ചൂണ്ടിക്കാട്ടിയതുകൊണ്ട് ഏകത്വം നമ്മൾ നിഷേധിച്ചു. ബഹുത്വത്തിൽ ഏകത്വം ഉണ്ടെന്ന് പറയുമ്പോൾ ബഹുത്വത്തെ എടുത്ത് കാണിച്ചിട്ട് ഏകത്വം നിഷേധിക്കുന്നു എന്ന് പറയുന്നവരുടെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നമ്മൾ പുറകെ വരുന്നുണ്ട്. ആദ്യം ദൈവപുത്രൻ എന്നുള്ളതൊന്ന് തീർക്കട്ടെ. അള്ളാഹു മൂവരിൽ ഒരുവനാണെന്ന് നമ്മൾ അധികമൊന്നും വായിക്കേണ്ട. അതേ സൂര 5:116 പറയുന്നുണ്ട്, എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവേ. അപ്പൊ മൂവരാരാ? ഖുറാന്റെ അടിസ്ഥാനത്തിൽ മൂവരാരാ? അല്ലാഹ്, മറിയം, യേശു. ഇതാരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണോ? ഈ ഒരർത്ഥത്തിൽ മുസ്ലിങ്ങളും അംഗീകരിക്കുന്നില്ല, ഈ ഒരർത്ഥത്തിൽ ഞങ്ങളും അംഗീകരിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ യേശുക്രിസ്തു പറഞ്ഞ അർത്ഥത്തിൽ അംഗീകരിക്കുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അർത്ഥം. ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ അർത്ഥം. അദ്ദേഹം പറഞ്ഞ ഏകത്വം എന്താ? ഞാൻ പറഞ്ഞു, ത്രിത്വേക ദൈവവിശ്വാസത്തിൽ അവർ പറയുന്ന ഏകം എന്ന് പറയുന്നത് ഒരു ദൈവത്തെ കുറിച്ചിട്ടല്ല, നേരെ മറിച്ച് ഒരു കൂട്ടം ദൈവങ്ങളെ കുറിച്ചിട്ടാണ്. ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ അദ്ദേഹം പറയുന്നത് കാണാം. അദ്ദേഹം പറഞ്ഞത്, ഇൻ ദ സെൻസ് ഗോഡ് ഈസ് വൺ, ദൈവം ഒന്നാണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇൻ ദ സെൻസ് ഓഫ് എസൻസ്, ദൈവത്തിന്റെ പ്രകൃതി, ദൈവത്തിന്റെ സിഫത്തുകളുടെ അടിസ്ഥാനത്തിൽ, ഹി ഈസ് ന്യൂമറിക്കലി വൺ, ദൈവം ഒന്നാണ്. ആസ് എ കമ്മ്യൂണിറ്റി, ദൈവം എങ്ങനെ ഒന്നായിട്ടിരിക്കുന്നത്? ആസ് എ കമ്മ്യൂണിറ്റി, ഒരു സമൂഹം എന്നുള്ള നിലയിൽ. ഇനി അത് രണ്ടാമത് പറയുന്നത് കാണാം, ഇൻ ദ സെൻസ് ഓഫ് എസൻസ് ഹി ഈസ് ന്യൂമറിക്കലി വൺ ആസ് എ കമ്മ്യൂണിറ്റി ടുഗദർ കളക്റ്റീവ്ലി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കാണാം, വിത്തൗട്ട് കൺഫ്യൂഷൻ ഗോഡ് ഈസ് വൺ ഇൻ എ പർട്ടിക്കുലർ സെൻസ്. ദൈവം ഒന്നാണെന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ആ പ്രത്യേക രീതി എന്താ? ഇൻ ദ സെൻസ് ഓഫ് എസൻസ് ഗോഡ് ഈസ് വൺ. ദൈവം സത്തയുടെ പേരിൽ അഥവാ സാരാംശത്തിന്റെ ഗുണത്തിന്റെ പേരിൽ ഒന്നാണ്. ആൻഡ് ഇൻ ദ സെൻസ് ഓഫ് പേഴ്സൺ, എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഹി ഈസ് ത്രീ, ദൈവം മൂന്നാണ്. ബിക്കോസ് ഓഫ് ടു ഡിഫറെന്റ് സെൻസസ് ഇൻ വിച്ച് ഗോഡ് ഈസ് വൺ ആൻഡ് ത്രീ, ദ ഡോക്ട്രൈൻ ഓഫ് ട്രിനിറ്റി ഈസ് നോട്ട് എ കോൺട്രാഡിക്ഷൻ. അദ്ദേഹം പറയുന്നത് രണ്ട് നിലയിലാണ് ദൈവം ഒന്നാണെന്നും മൂന്നാണെന്നും പറയുന്നത്. ഒന്നാണെന്ന് പറയുന്ന ഏതർത്ഥത്തിലാ? ദൈവത്തിന്റെ എസൻസിന്റെ പേരിൽ, ഗുണത്തിന്റെ പേരിൽ, സിഫത്തിന്റെ പേരിൽ മൂന്ന് ദൈവങ്ങൾക്കും ഒരേ സിഫത്ത് എന്നുള്ള അർത്ഥത്തിൽ എക്കാതെന്ന് പറഞ്ഞതുപോലെ, ഒരു കൂട്ടം എന്ന് പറഞ്ഞതുപോലെ, ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ ദൈവം ഏകനാണ്. രണ്ട്, ഇനി ഇൻ ദ സെൻസ് ഓഫ് പേഴ്സൺ, എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഗോഡ് ഈസ് ത്രീ, മൂന്ന് ദൈവങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറഞ്ഞ ഏകത്വത്തെ കുറിച്ച് ഞാനൊന്നും മിണ്ടുന്നില്ല എന്നാ. ഏകത്വം ഞാൻ ആവർത്തിച്ച് മിണ്ടിയിട്ടുണ്ട്. കാണാം, ഏകമെന്ന് പറഞ്ഞാൽ അത് സാരാംശത്തിലുള്ള ഏകമാണ്, അതേപോലെ ഐക്യത്തിലുള്ള ഏകമാണ്. ഇതൊന്നുമല്ല
യഥാർത്ഥ ഏകദൈവ വിശ്വാസം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നത് സൂറത്ത് മാഇദയിലെ വൈദ് ഖാലല്ലാഹു യാ ഈസ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖിൻ എന്ന് പറയുന്ന ആയത്ത് അദ്ദേഹം പറയുന്നത് ഇവിടെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന സന്ദർഭം, താങ്കളാണോ താങ്കളെ ഉമ്മാനെ ഇലാഹാക്കാൻ, ആരാധ്യരാക്കാൻ ജനങ്ങളോട് പറഞ്ഞത് എന്ന ചോദ്യം. ഈ ചോദ്യം ഇദ്ദേഹം ഉന്നയിച്ചിട്ട് പറയുന്നത് മറിയം ബീവിയെ ഞങ്ങൾ ആരും ഇലാഹാക്കിയിട്ടില്ല എന്നാണ്. മറിയം ബീവിയെ ഞങ്ങൾ ആരും ഇലാഹാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആന്റെ തൃത്വത്തിൽ പറയുന്നത് പിതാവ് ഒരു ദൈവം, പുത്രൻ ഒരു ദൈവം എന്ന്, അതേപോലെ മറിയം ബീവി ഒരു ദൈവം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ സലാസ പറയുന്ന ഭാഗത്തല്ല മറിയം ബീവിയെ ഇലാഹാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് വേറെ ആയത്തിലാണ്. ഇനി മറിയം ബീവിയെ ഇലാഹാക്കിയിട്ടുണ്ടോ, ആരാധ്യരാക്കിയിട്ടുണ്ടോ? വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന കത്തോലിക്ക സുഹൃത്തുക്കൾക്കും അറിയാം, കത്തോലിക്ക സുഹൃത്തുക്കൾ മറിയം ബീവിയെ ആരാധിക്കുന്നുണ്ട്, ദൈവതുല്യരാക്കിയിട്ടുണ്ട്, മറിയം ബീവിയുടെ പേരിൽ ദൈവദൂഷണം പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കൂട്ടരാണിവർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ലെന്ന്. അദ്ദേഹത്തിന്റെ കൂടെ വാഴക്കുളത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ആമുഖം പറഞ്ഞ വ്യക്തിയുടെ പുസ്തകമാണിത്, ഫ്രാൻസിസ് കല്ലിങ്കൽ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ കാണാം മറിയം ബീവിയെ കുറിച്ച് ദൈവദൂഷണം പറഞ്ഞിട്ടുണ്ട്. കാരണം മറിയം ദൈവത്തിന്റെ അമ്മയാണെന്നും സൃഷ്ടാവിന്റെ അമ്മയാണെന്നും ഒക്കെ പറയുക വഴി ദൈവദൂഷണം നടത്തി മറിയം ബീവിയോട് തേടുന്നത് വ്യക്തമായ ദൈവമാക്കലാണെന്ന് ഇവരുടെ ആളുകൾ. മഹദിയാം ബാബിലോൺ, CV വടവനയുടെ പുസ്തകം, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ ഭാഷയിലും ലഭ്യമാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു വാദമില്ല എന്നാണ്. ഇനി അതും പോരാ, അല്പം കൂടെ തെളിവ് തരാം. ഇത് കത്തോലിക്കരുടെ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധ തൃത്വം, ആ പുസ്തകത്തിന്റെ 123 പേജും 124 പേജിൽ കാണാം. ശ്രദ്ധിച്ചോണം, ക്രൈസ്തവർ മറിയം ബീവിയെ ഇലാഹാക്കിയ ഭാഗങ്ങൾ ശ്രദ്ധിച്ചോണം. പുത്രന്റെ കാര്യത്തിൽ എന്നതുപോലെ അരൂപിയുടെ വ്യക്തിപരമായ സാന്നിധ്യത്തെ കാലത്തിൽ അടയാളപ്പെടുത്തുന്ന അവസ്ഥ നമുക്ക് വ്യക്തമാക്കാനാവില്ലല്ലോ. പുത്രൻ എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ച് യേശു ഭൂമി വന്നപ്പോൾ നമുക്കത് മനസ്സിലായി എന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ പറയാൻ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, യേശുവിന്റെ പവിത്രമായ മനുഷ്യത്വത്താൽ പുത്രൻ സ്വീകരിക്കപ്പെട്ടു. യേശു ഭൂമി വന്നപ്പോഴാണ് പുത്രൻ എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ച് മനസ്സിലായത്. ദൈവത്തിന്റെ പുത്രനും ശരീരത്തിൽ നമ്മുടെ സഹോദരനുമായ നസ്രയത്തിലെ യേശുവിൽ മാനുഷിക യാഥാർത്ഥ്യവും ദൈവിക യാഥാർത്ഥ്യവും സംശയങ്ങൾക്ക് അതീതമായി വിഭിന്നതയില്ലാതെ ഒന്നു ചേരുന്ന കൂട്ടായ്മ. അവർ പറയുന്നത് യേശുക്രിസ്തു ഭൂമിയിൽ നസ്രയത്തിൽ ജീവിച്ചപ്പോൾ ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. യേശുവിൽ ഒരേ സമയം മനുഷ്യത്വവും ഉണ്ടായിരുന്നു, ഒരേ സമയം എന്തുണ്ടായിരുന്നു? ദൈവത്വവും മനുഷ്യത്വവും എന്ന് പറയുന്ന രണ്ട് അവസ്ഥ ഒരേ സമയം യേശുവിൽ, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നാണ് അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് കണ്ടെത്താനാകുമോ? ഇത് ആരെ കുറിച്ച് മനസ്സിലായി? പുത്രനെ കുറിച്ച് മനസ്സിലായി. പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? എന്നിട്ട് അദ്ദേഹം പറയാണ്, മറ്റു വിശ്വാസ സത്യങ്ങൾക്ക് ഭംഗം വരാത്ത രീതിയിലും പരിശുദ്ധ തൃത്വത്തിലുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ജ്ഞാനത്തെ വർദ്ധമാനമാക്കുന്ന വിധത്തിലും ഒരു ദൈവശാസ്ത്ര സങ്കല്പം ആദരപൂർവം വികസിപ്പിച്ചെടുക്കുവാൻ തീർച്ചയായും ക്രൈസ്തവർക്ക് സാധിക്കും. പുത്രന്റെ കാര്യത്തിൽ വികസിപ്പിച്ചെടുത്തതുപോലെ വേണമെങ്കിൽ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ആരുടെ കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലും വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, ഇത് മതബോധന ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ട ആധികാരിക സത്യമല്ല, ഇതങ്ങോട്ട് തെളിയിക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മെ വെല്ലുവിളിക്കുകയും കൂടുതൽ ആഘാതതയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പ്രേരിപ്പിക്കാൻ ചെയ്യുന്ന ദൈവ രഹസ്യങ്ങളെ ഭക്തിയോടെയും ആദരവോടെയും മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം മാത്രമാണ്. അങ്ങനെ ഒരു ദൈവശാസ്ത്രത്തെ സങ്കല്പത്തെ ഇവിടെ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കത്തോലിക്ക സഭ ആധികാരികമായി ഇറക്കുന്ന പുസ്തകത്തിൽ കാണാം. മറിയയുടെ അടുക്കൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞ ഭാഗം ഉദ്ധരിച്ചിട്ട് ഇത് പറയാണ്, അരൂപി മറിയത്തിനു മേൽ എഴുന്നള്ളി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ആവസിക്കും എന്ന പദം, അരൂപി എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്, തന്റെ കൂടാരം മറിയത്തിൽ സ്ഥാപിക്കുമെന്ന അർത്ഥത്തിലാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അരൂപിയുടെ സ്പഷ്ടമായ സാന്നിധ്യം അവിടെയുണ്ട് എന്നാണ് ധ്വനി. എന്നിട്ട് പറയാണ്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മറിയത്തെ പരിശുദ്ധാത്മാവിന്റെ കൂദാശ എന്നാണ് വിളിക്കുന്നത്. അരൂപിയുടെ സാന്നിധ്യമാണ് മറിയത്തെ മാതാവാക്കി തീർത്തത്. അത് അവളുടെ മാനുഷിക മാതൃത്വത്തെ
ദൈവിക മാതൃത്വമായിട്ട് മാറ്റി. എന്തായിട്ട് മാറ്റി? മറിയം ബീവിയുടെ മാനുഷിക മാതൃത്വത്തെ എന്തായിട്ട് മാറ്റി? ദൈവിക മാതൃത്വമാക്കി രൂപാന്തരപ്പെടുത്തി. അതിനാലാണ് അവളിൽ നിന്നും ജനിച്ചവൻ ദൈവപുത്രനായിരിക്കുന്നത്. സുന്നഹദോസ് ഇപ്രകാരം പറയുന്നു: ഒരു പുതിയ സൃഷ്ടിയും പുതിയ സത്യമാകത്തക്ക വിധം പരിശുദ്ധാത്മാവ് മറിയത്തെ രൂപപ്പെടുത്തി എന്ന പ്രയോഗം, ശ്രദ്ധിച്ചോ, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ, എന്ന പ്രയോഗം പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയുമായുള്ള അഭേദ്യ ബന്ധത്തെ ഉൾക്കൊള്ളുന്നതാണ്. ആറകാര്യ മറിയം ബീവിയുടെ കാര്യം. എന്നിട്ട് പറയാണ്, ഇവിടെ സ്ത്രീയുടെ മഹത്വം അതിന്റെ പരമോന്നതയിൽ എത്തി നിൽക്കുന്നു. പുരുഷന്റെ ശ്രേഷ്ഠത യേശുവിൽ എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെയാണിത്. സ്ത്രീയും പുരുഷനും പരിശുദ്ധ തൃത്വത്തിന്റെ ദൈവത്തിന്റെ ഛായയും സാദൃശ്യമാണ്. ലാസ്റ്റ് വരെയുടെ ശ്രദ്ധിച്ചോ. രണ്ടു കൂട്ടരും, അതായത് പുത്രൻ എന്നുള്ള നിലയിൽ യേശുക്രിസ്തു മറിയയുടെ കാര്യം പറഞ്ഞിട്ട് പറയാം, രണ്ടു കൂട്ടരും അവരവരുടേതായ രീതിയിൽ യാഥാർത്ഥ്യമായും സത്യമായും ദൈവത്വത്തിൽ പങ്കുചേരുന്നു. ആരാ? മറിയം ബീവി. മറിയം ബീവിയെ കുറിച്ചിട്ടുള്ള കത്തോലിക്കരുടെ ഇത് സഭയിലൊന്നും പഠിപ്പിച്ച് തെളിയിക്കുകയൊന്നും വേണ്ട. ഉള്ളിന്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി? ഇത് സ്ഥാപിച്ചൊരു വഴക്കിനും വക്കാണത്തിനും ഒന്നും എന്റെ ഇല്ല. പക്ഷെ നമുക്ക് യേശുവിന്റെ കാര്യത്തിൽ വികസിപ്പിച്ചെടുത്തതുപോലെ വേണമെങ്കിൽ ഒരു സാധ്യത. ഇതേ പുസ്തകത്തിന്റെ 120 പേജിൽ അദ്ദേഹം പറയുന്നു, തൃത്വത്തെക്കുറിച്ചുള്ള ചില ചിത്രീകരണങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പിതാവിന്റെയും പുത്രന്റെയും മധ്യത്തിൽ സ്ത്രീ രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സിറിയൻ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള സോളമന്റെ കീർത്തനത്തിൽ യേശുവിന്റെ ജ്ഞാനസ്നാന സമയത്ത് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ പ്രാവിനെ അമ്മ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ചില സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മാവിനെ മനുഷ്യനായ യേശുവിന്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം കന്യാമറിയത്തിന്റെ ഉദരത്തിലാണ് യേശു അവതരിച്ചത്. എന്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട്? ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഇത് തെളിയിക്കാനോ എടുക്കാനോ ഒന്നുമല്ല. ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിൽ ഒന്ന് കാര്യമായി പരിശ്രമിച്ചാൽ വേണമെങ്കിൽ മറിയം ബീവിയെയും കൂടെ ഒന്ന് ഇലാഹാക്കാൻ, എന്നുവെച്ചാൽ ഉള്ളിൽ ആ വിശ്വാസമുണ്ട്, വെളി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ചുരുക്കത്തിൽ ഇവിടെ ഞാൻ വളരെ ദീർഘമായി ഞാൻ ഇവിടെ വിഷയം അവതരിപ്പിച്ചു. ഈ വിഷയം അവതരിപ്പിച്ചതിൽ പ്രധാനമായും ഞാൻ പറഞ്ഞ വിഷയം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ഉദ്ധരണി കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ അദ്ദേഹം പറഞ്ഞു, ദൈവം ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്നു. ശാസ്ത്രി അത് കേട്ടിട്ട് പറയുന്നു, യേശുക്രിസ്തു പഠിപ്പിച്ചത് ഏകദൈവ വിശ്വാസം, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ശാസ്ത്രി മറുപടി പറയുന്നു. അദ്ദേഹത്തിന്റെ മറുപടി പരിപൂർണമായും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു അല്ലാത്ത മറ്റൊരു ദൈവത്തെ കാണിച്ചു കൊടുത്തു. വേറെ സ്ഥലത്ത് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണാം, യേശുക്രിസ്തു പറഞ്ഞു, ഏക സത്യദൈവമായ നീ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉടനീളം യേശുക്രിസ്തു മറ്റൊരു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് കാണാം. യേശുക്രിസ്തുവിനോട് സബദി എന്ന് പറയുന്ന ആൾ സ്ത്രീ വന്നിട്ട് ചോദിച്ചു, എന്റെ ഒരു മകനെ നിന്റെ ഇടതിരുത്തണം, എന്റെ ഒരു മകനെ നിന്റെ വലതിരുത്തണം എന്ന് പറഞ്ഞു. എവിടെയാ? ഭൂമിയിലല്ല. നിന്റെ മഹത്വത്തിന്റെ നാളിൽ ഇടതും വലതും ഇരുത്തണമെന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, അത് എന്റെ അധികാരത്തിൽ ഇരിക്കുന്ന കാര്യമല്ല, പിതാവ് ആർക്കിച്ചിരിക്കുന്നോ അവർക്കാകുന്നു അത് ലഭിക്കുന്നത്. നേരത്തെ ഷമീർ മന്ത്രി സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ചു. യേശുക്രിസ്തു പറഞ്ഞു, ആ നാഴികയെ കുറിച്ചിട്ടോ ആ മണിക്കൂറിനെ കുറിച്ചിട്ടോ എനിക്ക് അറിയുകയില്ല, ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് ഉടനീളം പഠിപ്പിക്കുകയും ഏകദൈവ വിശ്വാസത്തിലേക്ക് ശക്തമായി പ്രബോധനം ചെയ്യുകയും ചെയ്ത യേശുക്രിസ്തു. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം ക്രൈസ്തവ സുഹൃത്തുക്കൾ അവരുണ്ടാക്കിയിരിക്കുന്ന ഏക ദൈവവിശ്വാസത്തിൽ ഒരു ഏകം എന്ന പദമുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസമല്ല. അവിടെ പറയപ്പെടുന്ന ഏകം എന്ന് പറയുന്നത് ഒരു ദൈവത്തെ കുറിച്ചിട്ടല്ല, അത് ഏകാന്തതയാണ്, അത് സൗന്ദര്യമില്ലാത്തതാണ്, അത് പ്രഭയില്ലാത്തതാണ്, അത് ഒറ്റപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ഒരു ദൈവിക വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയെ കുറിച്ചിട്ടാണ് ക്രൈസ്തവ പണ്ഡിതന്മാർ ത്രിത്വൈക ദൈവവിശ്വാസത്തിൽ പറയുന്നത്. ഇത് ഇവിടെ മാത്രമല്ല ഈ പറയപ്പെട്ട മുഴുവൻ പുസ്തകങ്ങളും, എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന മുഴുവൻ പുസ്തകങ്ങളും ഇനി ഇന്റർനെറ്റിൽ പോയാലും എല്ലാവരും ഒരേ വാദം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിൽ പറയുന്നത് കാണാം, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ് വഇല്ലം യൻതഹു അമ്മാ യഖൂലൂന ലയമസ്സല്ലദീന കഫറു മിൻഹും അദാബുൻ അലീം അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീമ. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ പറയുകയാണ്,
ക്രൈസ്തവ സമൂഹത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിട്ടുണ്ട്. നേരത്തെ ജെറി തോമസ് പറഞ്ഞു, യഥാർത്ഥത്തിൽ ത്രിയേക ദൈവ വിശ്വാസം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വിശ്വാസം ദൈവം മൂന്നിൽ ഒരാളാണെന്നല്ല. ഇവിടെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അവരുടെ തൃത്വത്തിന്റെ നിർവചനമല്ല പറഞ്ഞത്, നേരെ മറിച്ചിട്ട് അവർ തൃത്വത്തിൽ വിശ്വസിക്കുക വഴി അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവത്തെ ഇവർ മൂന്നിൽ ഒരാളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു എന്നതാണ്. അത് വളരെ സ്പഷ്ടമായിട്ട് തന്നെ അവരുടെ പുസ്തകങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, ഏക ആരാധ്യനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല തന്നെ. അവരാ പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ആകയാൽ അവർ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവരാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുക വഴി യേശുവിന്റെ അധ്യാപനത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയും അടിസ്ഥാനപരമായി എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ഏക ദൈവ വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോയിക്കൊണ്ട് അവർ ബഹുദൈവ വിശ്വാസത്തിലേക്ക് ആയി തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് ഇന്ന് ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് അവരുടെ പുസ്തകങ്ങളിൽ തന്നെ അവരെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമാക്കിയ ഈ സത്യത്തിലേക്ക് ക്രൈസ്തവ സുഹൃത്തുക്കൾ വരികയും നമ്മൾ അറിയാതെ തന്നെ നമ്മളിന്ന് വന്നുപോയ ഈ തെറ്റിൽ നിന്നും നമ്മൾ സ്വയം പിന്മാറിക്കൊണ്ട് സത്യത്തിന്റെ പാതയിലേക്ക് വരണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.